ജീവിതത്തിനകത്ത് ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാനോ സ്വപ്നം കാണുവാനോ നേടിയെടുക്കുവാനോ കഴിയാതെ സാഹചര്യങ്ങളുടെ പരിമിതികൾക്കകത്ത് ഒതുങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ നിങ്ങളെ ഈ സാഹചര്യങ്ങൾക്കകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരികയും നിങ്ങളുടെ പരിമിതികളെ തകർത്ത് നിങ്ങൾക്ക് ചിലത് നേടിത്തരുവാൻ കഴിയുന്ന, നിങ്ങളെ ചിലതിനകത്തേക്ക് പിടിച്ചു കയറ്റുവാൻ കഴിയുന്ന ഒരു യേശുവുണ്ട്. സുവിശേഷ ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് പത്രോസ് എന്നൊരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. കേവലം ഒരു പടവും ഒരു വലയും കടലിന്റെ നിശ്ചിത പരിധിക്കകത്ത് ജീവിച്ചു തീർക്കുവാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റു പലതും സ്വപ്നം കാണുവാൻ കഴിയുകയില്ല. ജീവിതകാലം മുഴുവൻ താൻ ഇതിനകത്ത് സർവൈവ് ചെയ്യുവാൻ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കണമെന്നുള്ള ഒരു ചിന്തയോടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അതുമാത്രം ജീവിതത്തിന്റെ ഉപജീവന മാർഗമായി കണ്ടിരുന്ന ഒരു മനുഷ്യൻ. എന്നാൽ ആ മനുഷ്യനെ യേശു കാണുന്നു. യേശു ആ മനുഷ്യനോട് തന്നെ അനുഗമിക്കുക എന്ന് പറയുന്നു. ആ മനുഷ്യൻ യേശുവിന്റെ വിളി കേട്ട് തന്റെ ആ പരിമിതികളെ മുഴുവൻ പുറകിൽ വലിച്ചെറിഞ്ഞ് യേശുവിനെ അനുഗമിക്കുകയും അല്പനാളുകൾക്ക് ശേഷം ആ മനുഷ്യനെ നമ്മൾ കാണുന്നത്, ആ വ്യക്തി ദൈവാലയത്തിന്റെ മുമ്പിൽ ഭിക്ഷയാചിക്കുന്ന, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരിക്കുന്ന, സ്വയമായിട്ട് എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും കഴിയാതെ പരിമിതികൾക്കകത്ത് ഒതുങ്ങിപ്പോയ ഒരു മനുഷ്യനെ പരിമിതികൾക്കപ്പുറമുള്ള ഒരു ലോകത്തിലേക്ക് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിനപ്പുറമായിട്ട് സ്വപ്നം പോലും കാണുവാൻ കഴിയാത്ത തലങ്ങളിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു മനുഷ്യനായി താൻ നടന്നു പോകുമ്പോൾ തന്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമാകുന്ന തലങ്ങളിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു മനുഷ്യനായി, സ്വപ്നങ്ങൾക്കും അപ്പുറമുള്ള കാര്യങ്ങളെ ചെയ്യുന്ന ഒരു മനുഷ്യനാക്കി ആ മനുഷ്യന്റെ പരിമിതികളെ ദൈവം മാറ്റി എഴുതിയത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയവരെ, നിങ്ങളുടെ പരിമിതികളെ പൊട്ടിക്കുന്ന ഒരു യേശുവുണ്ട്. നിങ്ങളുടെ പരിധികൾക്ക് അപ്പുറത്തേക്ക് നിങ്ങളെ കൈപിടിച്ചു കയറ്റുവാനും നിങ്ങളെ വളർത്തുവാനും നിങ്ങളെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കുവാനും മറ്റുള്ളവരുടെ പരിമിതികളെ തകർക്കുവാൻ നിങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു യേശുവുണ്ട്. ആ യേശുവിനെ അറിയുക, ആ യേശുവിന്റെ വിളിയെ കേൾക്കുക, ആ യേശുവിനെ അനുഗമിക്കുക.